Welcome to class number E20 Semester 3 Complementary Electronics for BSc Physics main students. Semester 3 BSc Complementary Electronics, and we are seeing the chapter Sinusoidal Oscillators, and today in this class we study tuned oscillators. There are two types of tuned oscillators we study in this class. They are one tuned base oscillator and tuned collector oscillator. Two oscillators we study. They can be asked as short as a question. Frequently asked question. Anyone discuss anyone tuned oscillator? There are two tuned oscillators we study here. Tuned base oscillator and tuned collector oscillator. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്യൂൺഡ് ഓസിലേറ്റേഴ്സാണ്. രണ്ട് തരം ട്യൂൺഡ് ഓസിലേറ്റേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ട്യൂൺഡ് ബേസ് ഓസിലേറ്റർ, മറ്റത് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ. ഷോർട്ട് ആൻസറായിട്ടേ ചോദിക്കുള്ളൂ. ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എസ് ടൈപ്പായിട്ട്, പക്ഷേ അത് അത്ര ലെങ്തി ഒന്നുമില്ല, എങ്കിലും നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അത് പിന്നെ ഷോർട്ട് ആൻസറായിട്ട് കൂടുതലും ഒന്നെങ്കിൽ സർക്യൂട്ട് ഡയഗ്രം അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആദ്യം പറയുന്നത് ട്യൂൺഡ് ബേസ് ഓസിലേറ്ററാണ്. ബേസ് സർക്യൂട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. Tuned base oscillators are called so because the tuned circuit is placed in the base of the transistor amplifier. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ബേസിൽ ട്യൂൺഡ് സർക്യൂട്ട് അറേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ട്യൂൺഡ് ബേസ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ട്യൂൺഡ് ബേസ് ഓസിലേറ്റർ എന്ന് പറയുന്നത് നോക്കുക. ട്യൂൺഡ് ബേസ് ഓസിലേറ്റേഴ്സ് ആർ കോൾഡ് സോ because the tuned circuit is placed in the base of the transistor amplifier. The combination of L and C form the tuned circuit or frequency determining circuit. LC ആണ്, ടാങ്കാണ് ഇവിടുത്തെ ഫ്രീക്വൻസി തീരുമാനിക്കുന്ന സർക്യൂട്ട്. ഇതാണ് ഈ സർക്യൂട്ടിലേക്ക് അത് നോക്കിയേ. അപ്പോൾ വേണ്ടത് നമുക്കൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ NPN ഞാൻ വരച്ചിരിക്കുകയാണ്. യൂണിവേഴ്സൽ ബയസാണ് കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സൽ ബയസ്. അപ്പോൾ മറ്റ് ബയസിങ്ങിൽ ഉപയോഗിക്കാൻ കേട്ടോ. ചില ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ മറ്റ് ബയസിങ് ആയിരിക്കും. അപ്പോൾ യൂണിവേഴ്സൽ ബയസ് ആകുമ്പോൾ നമ്മൾ R1 R2 എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ് വേണം, പിന്നെ RC കളക്ടർ ലോഡ് വേണം, RE വേണം, RE ബൈപ്പാസ് ചെയ്യണം. അപ്പോൾ അത്രയും ഒരു ആംപ്ലിഫയറാണ്. ഇൻപുട്ട് കൊടുക്കാനായിട്ട് നമ്മളൊരു കപ്പാസിറ്റി ഉപയോഗിക്കണം. ഔട്ട്പുട്ട് ഇവിടെ എടുക്കുന്നത് ശരിക്കും LCയിൽ നിന്നാണ് എടുക്കുന്നത്, അല്ലാതെ കളക്ടറിൽ നിന്നല്ല. അപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സൽ ബേസ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറാണ് ആദ്യം വരച്ചിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ. ടാങ്ക് സർക്യൂട്ട് വരുന്നത് ബേസിലാണ്. നമുക്ക് ബേസ് ഇവിടെ ആ മിഡിൽ പോയിൻ്റാണ്. കപ്പാസിറ്റി എഴുതി ട്യൂൺ സർക്യൂട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് എൽ സി ആണ് ട്യൂൺ സർക്യൂട്ട്. അപ്പോൾ ട്യൂൺ സർക്യൂട്ട് ബേസിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ട്യൂൺഡ് ബേസ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഈ ട്യൂൺ സർക്യൂട്ടിൽ LCയിൽ നഷ്ടപ്പെടുന്ന എനർജി തിരികെ കൊടുക്കാനായിട്ട് നമുക്ക് ഫീഡ്ബാക്ക്, അപ്പോൾ മുകളിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് വരുന്നുണ്ട്. അത് ആ കോയിലിൻ്റെ ഒരു പകുതി ഭാഗത്തേക്ക് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ബാക്കി പകുതിയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാം. ഔട്ട്പുട്ട് മിക്കവാറും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിരിക്കും. അപ്പോൾ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്കത് ഒരു വയർ വെച്ച് പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. ലോ ഫ്രീക്വൻസി വോൾട്ടേജ്. കൺസ്ട്രക്ഷൻ ഓഫ് ട്യൂൺഡ് ബേസ് ഓസിലേറ്റർ. ദ റെസിസ്റ്റേഴ്സ് R1 R2 and RA are used to provide DC bias. Biasing circuit ആണ് DC bias of the transistor. The parallel combinations of RC and RA, RC and RE and C ആണ്, ഈ ക്യാപിറ്റൽ വേണം. RE and C into emitter circuit is a stabilizing circuit. CC is the blocking capacitor. അവിടെ ഒരു ബ്ലോക്കിംഗ് കപ്പാസിറ്റർ ഉണ്ട്, CC. ഇതാ കാണുന്ന ആ ബേസിൻ്റെ കൂടെ കാണുന്ന ബ്ലോക്കിംഗ് കപ്പാസിറ്റർ. ദ കപ്പാസിറ്റർ C and C are the bypass capacitors. The primary L of the secondary coil L1 of RF transformer provides the required feedback to the collector and base circuit. As the C configured transistor provides 180-degree phase shift. നമുക്കറിയാം ഒരു ഒരു ഓസിലേറ്ററിന് വേണ്ടത് പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ 180 + 180 360 ഡിഗ്രി
ഫീഡ്ബാക്കിനാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആസ് എ സി കോൺഫിഗേർഡ് ട്രാൻസിസ്റ്റർ പ്രൊവൈഡ്സ് 180 degree phase shift. Another 180 degree phase shift is provided by the transformer which makes 360 degree phase. അപ്പോൾ ട്രാൻസ്ഫോർമർ 360 അതായത് എൽ സിയുടെ കൂടെ പിടിപ്പിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോർമർ 360 ഫേസ് ഉണ്ടാക്കും. അതുപോലെ ട്രാൻസിസ്റ്ററും 180 ഫേസ് ഉണ്ടാക്കും. അങ്ങനെ റിക്വയർഡ് ഫേസ് 360 ഇവിടെ ജനറേറ്റ് ചെയ്യുകയാണ്. Which makes 360 degree phase shift between the input and output voltages. The following circuit diagram shows the arrangement of tuned base oscillator. ഫോളോയിങ് അല്ല, ആ പടം നേരത്തെ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ മുകളിലത്തെ പടം നോക്കിയാൽ മതി. New operation. When the circuit is switched on, the collector current starts rising. As the collector is connected to the coil L1, that current creates some magnetic field around it. This induces a voltage in the tuned circuit coil L. The feedback voltage produces an increase in emitter base voltage and base current. A further increase in collector current is thus achieved, and the cycle continues until the collector current becomes saturated. In the meanwhile, the capacitor is fully charged. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഫുള്ളി ചാർജിങ്ങും അത് ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്നതുമാണ് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും പിന്നെ ഡിസ്ചാർജിങ് ത്രൂ ഇൻഡക്ടർ ബാക്ക് EMF പ്രയോഗിക്കും. അങ്ങനെ ഈ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകും. അതാണ് ഓസിലേഷൻ. When the collector current reaches saturation level, there is no feedback voltage in L. As the capacitor has been charged fully, it starts discharging through L. അതായത് എൽ സിയുടെ ഓപ്പറേഷൻ പറയുക. അതിപ്പോൾ കമ്പൽസറിയായിട്ട് പരീക്ഷയ്ക്ക് പറയണമെന്നില്ല. This decreases the emitter base bias and hence IB, and the collector current also decreases. By the time the collector current reaches cutoff, the capacitor is fully charged with opposite polarity. As the transistor now gets off, the condenser begins to discharge through L. This increases the emitter base current. As a result, the collector current increases. The cycle repeats so long as enough energy is supplied to meet the losses in the LC circuit. അപ്പോൾ LC സർക്യൂട്ടിൽ നിന്ന് എനർജി പോകുന്ന മുറയ്ക്ക് അതിലേക്ക് ട്രാൻസിസ്റ്റർ എനർജി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഫീഡ്ബാക്കിലൂടെ. ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് ഈക്വൽ ടു ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് LC സർക്യൂട്ട്. അതായത് F is 1/2 LC തന്നെ ഫ്രീക്വൻസി. അപ്പോൾ ഈ ട്യൂൺഡ് ബേസ് ഓസിലേറ്ററിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. എന്താണ് ഡ്രോബാക്ക് എന്ന് നോക്കാം. ഒരു പോരായ്മയുണ്ട്. ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ട്യൂൺഡ് ബേസ് ഓസിലേറ്റർ സർക്യൂട്ട് ഈസ് ദാറ്റ് ഡ്യൂ ടു ദി ലോ ബേസ് എമിറ്റർ റെസിസ്റ്റൻസ് വിച്ച് appears in shunt with the tuned circuit, the tank circuit gets loaded. അപ്പോൾ ടാങ്ക് സർക്യൂട്ടിന് ഒരു ലോഡിംഗ് എഫക്റ്റ് ഉണ്ട്. അത് ഇതിൻ്റെ ഒരു ന്യൂനതയാണ്. ദിസ് റിഡ്യൂസസ് ദ ക്യൂ which in turn, Q value ഓർക്കുക, this reduces the Q which in turn causes drift in oscillator frequency. The stability becomes poorer. Due to this reason, the tuned circuit is not usually connected in base circuit. അപ്പോൾ ട്യൂൺഡ് ബേസ് ഓസിലേറ്റർ എന്ന് പറയാമെങ്കിലും ഇത്തരം ഓസിലേറ്റർ അധികം ഉപയോഗിച്ച് കാണുന്നില്ല. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉണ്ട്. ഇവിടെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഇല്ല. ഫ്രീക്വൻസിക്ക് വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ അടുത്തത് മോർ ഇമ്പോർട്ടൻ്റ് ഓസിലേറ്ററാണ്. അതിനെ നമ്മൾ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തത്. അപ്പോൾ ട്യൂൺഡ് ബേസ് ഓസിലേറ്റർ കഴിഞ്ഞു. ഇനി ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററാണ്. ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റേഴ്സ് ആർ കോൾഡ് സോ ബിക്കോസ് the tuned circuit is placed in the collector of the transistor amplifier. The combination of L and C form the tuned circuit or frequency determining circuit. ഇവിടെ നോക്കിയേ, ഇവിടെ ട്യൂൺ സർക്യൂട്ട് എൽ സി ആ മുകളിൽ കാണുന്ന
കളക്ടറിലാണ് എൽ സി കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് L1 എന്ന് പറയുന്ന ഇൻഡക്ടർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. താഴെയുള്ള ഇപ്പോൾ R1 R2 നമ്മൾ കൊടുത്തിട്ടില്ല. താഴെ നമ്മൾ എൽ സി ഒരു ബേസ് റെസിസ്റ്റർ Rയും കപ്പാസിറ്റി C ഉണ്ട്. അത് സ്റ്റെബിലൈസ് സർക്യൂട്ടാണ്. R1 R2 യൂണിവേഴ്സൽ ബേസിൻ്റെ R1 R2 ഇങ്ങോട്ട് മാറ്റി കാണിച്ചിട്ടുണ്ട് കേട്ടോ, ലെഫ്റ്റിലേക്ക് മാറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്യൂൺഡ് സർക്യൂട്ട് കളക്ടറിലാണ്. ട്യൂൺഡ് സർക്യൂട്ടിലേക്കാണ്, അതിൽ L-ലേക്കാണ് L1 വെച്ച് ഫീഡ്ബാക്ക് വോൾട്ടേജ് കൊടുക്കുന്നത്. ഒരു അഡീഷണൽ കപ്പാസിറ്റി ഇവിടെ ഉണ്ട് C. ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ വലുതാക്കി കാണിക്കാം. ഒരു കപ്പാസിറ്റി C, R1 R2, അവിടെ L2 L1, അവിടെ C, ഇവിടെ L1 C1 ആണ് ടാങ്ക് സർക്യൂട്ട്. പിന്നെ എമിറ്ററിൽ RC സപ്ലൈ വോൾട്ടേജ് VCC. അപ്പോൾ ട്യൂൺഡ് സർക്യൂട്ട് L1 C1 ആണെന്ന് മനസ്സിലാക്കുക. ഫീഡ്ബാക്കിന് L1 എന്ന് പറയുന്ന കോയിലുണ്ട്. R1 R2 യൂണിവേഴ്സൽ ബയസിൻ്റെ വോൾട്ടേജ് ഡിവൈഡർ ബയസിൻ്റെ പാർട്ടാണ്. Construction. The resistors R1 R2 and R are used to provide DC bias in the transistor. The capacitor C and C are the bypass capacitors. The secondary of the transformer provides AC feedback voltage that appears across the base emitter junction of R1 and R2. Base emitter junction of that appears across the base emitter junction of R1 and R2 is at AC ground due to bypass capacitor C. In case the capacitor was absent, capacitor absent ആണെങ്കിൽ, in case the capacitor was absent, a part of the voltage induced in the secondary of the transformer would drop across R2 instead of completely going to the input of the transistor. Operation. Once the supply is given, the collector current starts increasing and charging or capacitor C takes place. When the capacitor is fully charged, it discharges through the inductance L1. Now oscillations are produced. These oscillations induce some voltage in the secondary winding of L2 of your gamenagal. Transformer secondary winding L2. The frequency of voltage induced in the secondary windings is same as that of the tank circuit, and its magnitude depends upon the number of turns in secondary windings and the coupling between both the windings. അപ്പോൾ L1 L2 തമ്മിൽ പിന്നെ കപ്ലിംഗ് ഉണ്ട്. ആ കപ്ലിങ്ങിലൂടെയാണ് ഫീഡ്ബാക്ക് എനർജി സപ്ലൈ ചെയ്യുന്നത്. The voltage across L2 is applied between the base and emitter and appears in the amplified form in the collector circuit, thus overcoming the losses in the tank circuit. അപ്പോൾ ടാങ്ക് സർക്യൂട്ടിൽ ലോസ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കപ്ലിംഗ് നടത്തുന്നത്, ഫീഡ്ബാക്ക് നടത്തുന്നത്. The number of turns of L2 and coupling between L1 and L2 are so adjusted that oscillations across L2 are amplified to a level just sufficient to supply losses to the tank circuit. ഇപ്പോൾ ടാങ്ക് സർക്യൂട്ടിലെ എനർജി ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ ഈ എനർജി ഇങ്ങനെ ഫീഡ്ബാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ആസ് ദ ലോക്കൽ ഓസിലേറ്റർ ഇൻ റേഡിയോ റിസീവേഴ്സ്. അപ്പോൾ നമ്മൾ ഈ റേഡിയോ റിസീവർ പഠിക്കുമ്പോൾ അതിനകത്ത് ലോക്കൽ ഓസിലേറ്റർ ഉണ്ട്, പിന്നെ ചിലപ്പോൾ ഹാർഡ്ലി ഓസിലേറ്റർ ഉപയോഗിക്കും. അപ്പോൾ ഈ ലോക്കൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു RF ഓസിലേറ്റർ, ലോക്കൽ ഓസിലേറ്റർ, LC ഓസിലേറ്റർ എന്ന് പറഞ്ഞുണ്ട് ഈ റേഡിയോയ്ക്കകത്ത്. അപ്പോൾ ലോക്കൽ ഓസിലേറ്ററായിട്ട് സാധാരണ ഈ
ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ഉപയോഗിക്കാറുണ്ട്. സോ ദി ആപ്ലിക്കേഷൻ, വെർ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇൻ എ റേഡിയോ സെറ്റ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ഈസ് യൂസ്ഡ് ആസ് ലോക്കൽ ഓസിലേറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന വേരിയസ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും കൂടി ചേർത്ത് ട്യൂൺഡ് ബേസ് ഓസിലേറ്ററും ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററും കൂടി ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാംസ് ദ ട്യൂൺഡ് ബേസ് ഓസിലേറ്റർ ആൻഡ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ. ഇനി ഷോർട്ട് ആൻസർ ഫോമിലാണെങ്കിൽ നമ്മൾ ചുരുക്കി എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്പർ 1 വിത്ത് എ നീറ്റ് ഡയഗ്രാം, W ക്യാപിറ്റൽ, വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം explain a tuned base oscillator. Number 2, draw the circuit diagram of tuned collector oscillator and explain its operation. Why is tuned collector oscillator called so? എന്തുകൊണ്ടാണ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിനെ അല്ലെങ്കിൽ ട്യൂൺഡ് ബേസ് ഓസിലേറ്റർ എന്ന് ചോദിക്കുന്ന പോലെ എന്തുകൊണ്ടാണ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിനെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്? അത് കാരണം ടാങ്ക് സർക്യൂട്ട്, ട്യൂൺഡ് സർക്യൂട്ട് നമ്മൾ കൊടുക്കുന്നത് കളക്ടറിലാണ്. കളക്ടറിൽ ട്യൂൺഡ് സർക്യൂട്ട് വരുന്നതുകൊണ്ടാണ് ഫീഡ്ബാക്ക് വോൾട്ടേജിൻ്റെ ട്യൂൺഡ് സർക്യൂട്ട് വരുന്നത് കളക്ടറിലായതുകൊണ്ടാണ് ഇതിനെ ട്യൂൺഡ് കളക്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അവിടെ LC, ആ L നമുക്ക് ട്യൂൺ ചെയ്യാം. അതുകൊണ്ട് ഇതിനെ ട്യൂൺഡ് എല്ലും സിയും വേരി ചെയ്യുക. സിയാണ് സാറിന് വേരി ചെയ്യുന്നത്. കാരണം L വേരി ചെയ്യുന്നതിനേക്കാൾ എളുപ്പം സി വേരി ചെയ്യുക. L ഫിക്സഡ് വെച്ചിട്ട് സിയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ട്യൂൺ ചെയ്യുന്ന സർക്യൂട്ട് LC അത് വരുന്നത് കളക്ടറിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ട്യൂൺഡ് കളക്ടർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്, ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത്. That is all with your 20th class. We continue our topic. Thank you very much.